കുറേ നാളായി തുടങ്ങിയിട്ട് എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കണം. ഓക്കെ, നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക്. ഇന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വലിയ വിവാദത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. രേണു സുധി റൈസ് എന്ന് സീക്രട്ട് ഏജന്റ് വിശേഷിപ്പിച്ച ആൽബം ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട ആ വലിയ തർക്കം, ലിപ്ലോക്ക് സീനുകൾ, ഇന്റിമേറ്റ് സീനുകൾ, കൊന്നുകുഴിച്ചു മൂടുമെന്ന ഭീഷണി, ലഹരി ആരോപണം തുടങ്ങി വലിയൊരു പുകില് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ മുക്കത്തെ ആ റിസോർട്ടിൽ നടന്നത്? നമുക്ക് നോക്കാം. ബിപിൻലാൽ എന്ന സംവിധായകൻ തന്റെ 10ാമത്തെ വർക്കിനായാണ് രേണുസുധിയെ സമീപിക്കുന്നത്. ഇതിനു മുൻപ് ദാസേട്ടൻ കോഴിക്കോടിനെയും രേണുവിനെയും വെച്ച് ചെയ്ത ഒരു ആൽബം 8 ലക്ഷത്തിലധികം വ്യൂസ് നേടിയിരുന്നു. ഭക്തിഗാനങ്ങൾ ചെയ്തപ്പോൾ കിട്ടാത്ത റീച്ച് വിവാദ നായികയെ വെച്ച് ചെയ്തപ്പോൾ ലഭിച്ചതിനാലാണ് ബിപിൻലാലും പ്രൊഡ്യൂസറും രേണുവിനെ വീണ്ടും വിളിച്ചത്. ഈ വർക്കിനായി രേണു ആവശ്യപ്പെട്ടത് പ്രതിദിനം 15,000 രൂപയാണ്. എന്നാൽ 2 ദിവസത്തേക്ക് 17,000 രൂപ എന്ന നിലയിൽ കരാർ ഉറപ്പിച്ചു. ഷൂട്ടിനായി രേണു ദുബായിൽ നിന്ന് വരുമ്പോൾ ടിക്കറ്റ് കിട്ടാത്തതിനാലുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കരഞ്ഞു പറയുന്ന വോയിസ് നോട്ടുകളെക്കുറിച്ചും ബിപിൻലാൽ പറയുന്നുണ്ട്. ഏറ്റവും വലിയ തർക്കം തുടങ്ങിയത് ഡ്രസ്സിനെ ചൊല്ലിയാണ്. ഡ്രസ് വീട്ടിലേക്ക് അയച്ചു തരണമെന്നും താൻ ഇട്ടുനോക്കി കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ അഭിനയിക്കൂ എന്നും രേണു ഡിമാൻഡ് ചെയ്തിരുന്നു. എന്നാൽ പണം മുടക്കി വാങ്ങുന്ന ഡ്രസ് നായികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നഷ്ടമാകുമെന്ന പേടിയാൽ ബിപിൻലാൽ അത് ചെയ്തില്ല. ലൊക്കേഷനിൽ വെച്ച് നൽകിയ ഡ്രസ് വൾഗറാണെന്ന് രേണു പറയുമ്പോൾ ഇതിലും മോശം ഡ്രസ്സുകൾ രേണു മുൻപിട്ടിട്ടുണ്ടെന്നാണ് ബിപിൻലാലിന്റെ വാദം. ഒരു മിലിറ്ററി ഓഫീസറും ഭാര്യയും ഹണിമൂണിനായി റിസോർട്ടിൽ എത്തുന്നതും അവർ തമ്മിലുള്ള പ്രണയവുമാണ് കഥാതന്തു. എന്നാൽ ഇതിൽ ലെസ്റ്റാണ് ബിപിൻലാൽ ഉദ്ദേശിച്ചതെന്ന് സീക്രട്ട് ഏജന്റ് പരിഹസിക്കുന്നു. വയറിൽ മുന്തിരി വെച്ച് കടിച്ചെടുക്കുന്ന സീനും ഇന്റിമേറ്റ് രംഗങ്ങളും ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചതാണ് രേണുവിനെ പ്രകോപിപ്പിച്ചത്. രേണുവിന്റെ കൂടെ എപ്പോഴും നടക്കുന്ന 7 യൂട്യൂബർമാരാണ് ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തിയതെന്ന് ബിപിൻലാൽ ആരോപിക്കുന്നു. വെറും 8 സെക്കൻഡ് സീനെടുക്കുമ്പോഴേക്കും ഇവർ 21 റീലുകൾ ഇട്ടുകഴിഞ്ഞു. ഷൂട്ടിംഗ് ലൈറ്റ് മറച്ചുകൊണ്ട് ഇവർ വീഡിയോ എടുത്തത് വലിയ ബുദ്ധിമുട്ടായെന്നും അദ്ദേഹം പറയുന്നു. രേണു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മദ്യപിച്ചുവെന്നും ലഹരി ഉപയോഗിച്ചുവെന്നുമാണ് ഷെഫീന ബീവിയും ബിപിൻലാലും ആരോപിക്കുന്നത്. തനിക്ക് മാജിക് മൂവ്മെന്റ്സ് മദ്യവും സിഗരറ്റും വേണമെന്ന് രേണു ആവശ്യപ്പെട്ടതായി ബിപിൻലാൽ പറയുന്നു. എന്നാൽ താൻ ചായയും പരിപ്പുവടയും മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നും ഇതൊരു വലിയ ചതിയായിരുന്നു എന്നും രേണു സുധി തിരിച്ചടിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം ഷെഫീന ബീവി എന്ന വ്യക്തി പ്ലാൻ ചെയ്ത കൊട്ടേഷൻ ആണെന്ന് രേണു വിശ്വസിക്കുന്നു. തന്നെ കുഴപ്പത്തിലാക്കി ആ ദൃശ്യങ്ങൾ ഷെഫീനയ്ക്കെത്തിക്കാനായിരുന്നു ബിപിൻലാലിന്റെ ശ്രമമെന്ന് രേണു ആരോപിക്കുന്നു. എന്നാൽ രേണു വെറും പിച്ചക്കാരിയാണെന്നും അന്തസ്സുള്ളവർ ഇങ്ങനെ ചെയ്യില്ലെന്നും ഷെഫീന ബീവി തിരിച്ചടിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി ഷൂട്ടിംഗ് അറേഞ്ച് ചെയ്തിട്ടും രേണു സഹകരിച്ചില്ലെന്നും തനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നും ബിപിൻലാൽ പറയുന്നു. രേണുവിന് അഭിനയിക്കാൻ അറിയില്ലെന്നും ഓരോ സീനിനും 28 ഓളം ടേക്കുകൾ എടുക്കേണ്ടി വന്നെന്നും അദ്ദേഹം പരിഹസിക്കുന്നു. ലിപ്ലോക്ക് സീനുകൾ ചെയ്യാനാവില്ലെന്ന് താൻ വ്യക്തമാക്കിയതാണെന്നും ഭാര്യയുടെ മുന്നിൽ വെച്ചുപോലും ബിപിൻലാൽ തന്നെ മോശമായി സ്പർശിക്കാൻ ശ്രമിച്ചെന്നും രേണു പറയുന്നു. തന്നെ കൊന്നുകുഴിച്ച് മൂടിയേനെ എന്നും കൂടെ വന്ന മീഡിയക്കാർ ഉള്ളതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും അവർ വാദിക്കുന്നു. ഈ വിവാദത്തിൽ ആരു പറയുന്നതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. ബിപിൻലാലിന്റെ കയ്യിൽ വോയിസ് നോട്ടുകളും ചാറ്റുകളും തെളിവായിട്ടുണ്ടെന്ന് പറയുന്നു. അതേസമയം രേണുവിന്റെ സ്വകാര്യതയെ മാനിക്കാത്ത പെരുമാറ്റമാണ് ബിപിൻലാലിൽ നിന്നുണ്ടായതെന്ന് ചിലർ നിരീക്ഷിക്കുന്നു. ആത്യന്തികമായി ഒരു കലാകാരൻ തന്റെ ആർട്ടിന് ക്വാളിറ്റി നൽകുന്നതിനു പകരം വിവാദങ്ങളിലൂടെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവുക സ്വാഭാവികമാണ്. രേണുസുധിക്ക് ഇനി ആര് വർക്ക് നൽകിയാലും അഗ്രിമെന്റ് വെക്കണമെന്ന ഉപദേശത്തോടെ ഈ വിഷയം താൽക്കാലികമായി അവസാനിപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രേണുസുധിയാണോ അതോ സംവിധായകൻ ബിപിൻലാലാണോ ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത്തരം കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.